പ്രമേഹ രോഗികൾക്ക് ഇപ്പം ഓരോ സ്റ്റേജിന് കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റേജുകാർക്കും കഴിക്കേണ്ട ഭക്ഷണക്രമങ്ങളുണ്ടോ? ഭക്ഷണക്രമങ്ങളെല്ലാം ഒന്ന്. പിന്നെ അവർക്ക് കിഡ്നി ഫെയിലിയർ അതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കൊടുക്കത്തില്ല. അതുപോലെ തന്നെ പ്രഷറൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്കോ അതുപോലെ തന്നെ ഉപ്പ് കുറയ്ക്കണം. അങ്ങനെയുള്ള ചില ക്രമീകരണം ചെയ്യാവുന്നല്ലാതെ ഷുഗറിൻ്റെ ഡയറ്റിൽ പ്രമേഹ രോഗികളുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റാണ് അന്നജത്തിൻ്റെ അളവ് കുറച്ച് തന്നെ എല്ലാവർക്കും. പക്ഷേ കിഡ്നി ഫെയിലിയർ എല്ലാം വരികയാണെങ്കിൽ ഡയറ്റിന് ഉണ്ട്. കൊളസ്ട്രോൾ കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ ഡയറ്റിന് വേറെ രീതിയിൽ നിയന്ത്രണമുണ്ട്. പക്ഷേ അതിനൊക്കെ ഇപ്പം മരുന്നുണ്ട്. കൊളസ്ട്രോളിനെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഴലുകളിലുള്ള ഡെപ്പോസിറ്റ് കൊണ്ട് രക്തപരീണം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് കൊളസ്ട്രോളും മരുന്ന് കൊടുക്കും. കൊച്ചുകുട്ടികൾ വരുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ 6000-7000 പിള്ളേരുണ്ട്. കൊച്ചുകുട്ടികൾ 1 വയസ്സിലുള്ള കുട്ടി ഡയബറ്റീസ് ഉണ്ടായിട്ട് എൻ്റെ രോഗിയായിട്ട് ഇപ്പോഴും ഉണ്ട്. വരുന്ന കാരണം കൊച്ചുകുട്ടികൾ സാധാരണ നോർമൽ ആൾക്കാർക്ക് പാങ്ക്രിയാസിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ സെല്ലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉള്ളതുകൊണ്ടാണ് ഷുഗർ നിയന്ത്രണപ്പെടുന്നത്. കൊച്ചുകുട്ടികൾക്ക് അവരുടെ ബീറ്റാ സെൽസ് ഫങ്ഷൻ ചെയ്യില്ല. ബീറ്റാ സെൽ ഫെയിലിയർ, ഇൻസുലിൻ ഇല്ല. അതാണ് അവർ മരണം വരെ അവർക്ക് ഇൻസുലിൻ ആവശ്യമാണ്. ഡയറ്റ് കൺട്രോൾ എത്രയായി കഴിഞ്ഞാൽ അവർക്ക് അധികം ഡയറ്റ് കൺട്രോൾ നമ്മൾ പറയത്തില്ല. കാരണം മറ്റുള്ള കുട്ടികളും കൂടെ വളരുമ്പോൾ പ്രയാസമുണ്ടാവും. അതുകൊണ്ടാണ് ഇൻസുലിൻ മരണം വരെ അവർക്ക് വേണം. പക്ഷേ അവർക്ക് വേണ്ടത്ര രീതിയിൽ ലേണിങ്ങും അതിൻ്റെ ബോധവൽക്കരണവും കൊടുക്കുകയാണെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യും. വീട്ടിൽ അവർക്കൊരു സെപ്പറേഷൻ എന്ന് വരാൻ പാടില്ല. സെപ്പറേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം. ഇപ്പം ഡോക്ടർ, ഈ കുട്ടികളിലായാലും മുതിർന്നവരായാലും കൃത്യസമയത്ത് തന്നെ ഇത് കണ്ടുപിടിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ തീർച്ചയല്ലേ. ഇപ്പം നമ്മുടെ വലിയ വലിയ പാകിസ്ഥാനിലെ ക്രിക്കറ്റുകൾ പേര് ഞാൻ പറഞ്ഞു, അവർ ഡയബറ്റിക്കാണ്. നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ ഭർത്താവ് ജോണസ്, അവർ ഡയബറ്റിക്കാണ്. അതൊക്കെ ടൈപ്പ് 1 ഡയബറ്റീസാണ്. അയാൾ വലിയൊരു കളിക്കാരനായിരുന്നു. ക്രിക്കറ്റ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്നു, കളിക്കാരനായിരുന്നു. അവരുടെ ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിനോട് വേണ്ട രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ക്രിക്കറ്റിലാകുന്നു. അങ്ങനെ വലിയ ബൗളറാണ് ആയിരുന്നു. അപ്പോൾ ആ വേണ്ട രീതിയിൽ ചെല്ലുകയാണെങ്കിൽ പിന്നെ അവർക്കെല്ലാം 3-4 പ്രാവശ്യം കുത്തിവയ്ക്കാനും ഷുഗർ നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പാവപ്പെട്ടവർക്ക് അതില്ല. അപ്പോൾ ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാവപ്പെട്ടവർക്കായാലും അല്ലാത്തവർക്കാണെങ്കിലും വേണ്ടുന്ന സൗകര്യങ്ങളെങ്കിൽ വേണ്ടുന്ന ചികിത്സ കൃത്യസമയത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ തീർച്ചയായിട്ടും അതാണ് ഞാൻ ഈ മിഠായി പദ്ധതി സ്വാഗതം ചെയ്യുന്നതും. പ്രധാനമായിട്ട് എനിക്ക് അനുഭവമുള്ളവരാണ് ഈ കുട്ടികൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ബോധം കെട്ടു കഴിഞ്ഞാൽ ഷുഗർ കുറവുകൊണ്ടാണ് ഉടനെ അച്ഛനമ്മേനാണ് വിളിക്കുന്നത്. ആ സ്കൂളിൽ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇത് കൊടുക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തവരുണ്ട്. അപ്പോൾ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ എന്താണ്, അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് കൊടുക്കേണ്ടത്, അതെല്ലാം അറിഞ്ഞിരിക്കണം. അതിനാണ് അവിടെ ഒരു ടാസ്ക് ഫോഴ്സ്, ഹെൽത്ത് ഫോഴ്സ്, ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് ഒരാൾക്കാർ അവിടെ വേണമെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ അറിയില്ല, കൊച്ചിനെ അപ്പനും വിളിച്ചൊരു ഇത്തിരി പഞ്ചാര എടുത്ത് വാങ്ങി കൊടുത്താൽ മതി. അതറിയാത്തൊരു എത്രയോ പേരുണ്ട് സ്കൂളുകളിൽ. അതെല്ലാം ഒന്നും കൂടി വെസ്റ്റേൺ കൺട്രീസിൽ പോലെ നമ്മൾ നിർബന്ധമാക്കണം.